ഒട്ടുമിക്ക പുരാതന സംസ്കാരങ്ങളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ദൈവം ഉണ്ട്. മാസ്റ്റർ ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ലോർഡ് ഓഫ് അനിമൽസ് എന്നറിയപ്പെടുന്ന ദൈവമാണ്. ഒട്ടുമിക്ക സിവിലൈസേഷൻസ് എടുത്താലും, അതായത് പുരാതന സിവിലൈസേഷൻസ് എടുത്താൽ അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഇത് പശുപതി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈജിപ്തിലെ സിവിലൈസേഷൻ എടുത്ത് പരിശോധിച്ചാലും, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പരിശോധിച്ചാലും, ഇനി നമ്മൾ ഇറാന്റെ ചരിത്രം എടുത്താലും അവിടെ എല്ലാം നമുക്ക് പശുപതിയെ കാണാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്ക് അറിയാവുന്നതിൽ വെച്ച് പശുപതിയുടെ ഏറ്റവും പുരാതനമായ എവിഡൻസ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലല്ല, അത് എവിടെയാണെന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഈ കാണുന്നതെന്ന് പറയുന്നത് ഏകദേശം 4200 BC ഒരു പശുപതിയുടെ ഒരു ചിത്രമാണ്. ഈ കാണുന്നത് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 4200 BC എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6200 വർഷം മുമ്പത്തത്. ഇനി ഈ കാണുന്നത് 4000 BC 4000 BC എന്ന് പറയുമ്പോൾ മെസപ്പൊട്ടോമിയയിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് 3450 BC എന്ന് വെച്ചാൽ ഏതാണ്ട് 5450 വർഷം മുമ്പ് ഈജിപ്തിലുള്ളതാണ് കേട്ടോ. ഈജിപ്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണിത്. ഇതിനകത്തും കാണുന്നത് പശുപതിയാണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ കാണുന്നത് 4th മില്ലേനിയം BC പശുപതിയാണ്. ഇവിടെ കാണുന്നതും അതുപോലെ തന്നെ പശുപതിയാണ്, ബുൾ ഹെഡഡ് ആണ്. ഇറാഖിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. 2600 BC 2600 BC എന്ന് പറയുമ്പോൾ 4600 വർഷം മുമ്പ്. അതുപോലെ ഈ കാണുന്നത് ഇറാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പശുപതിയാണ്, 2500 BC എന്ന് വെച്ചാൽ 4500 വർഷം മുമ്പ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നതും അതോടൊപ്പം തന്നെ മറ്റൊരു പശുപതിയുടെ ഒരു ചിത്രമാണ്. തൊട്ടടുത്ത് ഈ കാണുന്നതും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുള്ള പശുപതിയാണ്. അതുപോലെ ഇറാനിയൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള പശുപതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 സ്നേക്ക് ആണ്. ചിലയിടങ്ങളിൽ സ്നേക്ക് ആയിരിക്കും, ചിലയിടങ്ങളിൽ കടുവയായിരിക്കും, ചിലയിടങ്ങളിൽ കാണുന്നത് നമ്മുടെ കാളയായിരിക്കും, ചിലയിടങ്ങളിൽ കുതിരയായിരിക്കും. മൃഗങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. എന്നാൽ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് സെയിം ആണ്. ഇവിടെ അതുപോലെ കാണുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയതാണ്. 2 മൃഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പശുപതിയാണ്. 2500 BC എന്ന് വെച്ചാൽ 4500 വർഷം മുമ്പ്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആ ഒരു യോഗിക് പൊസിഷനിൽ ഇരുന്നു കൊണ്ടുള്ള പശുപതിയുടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സീലാണിത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വീണ്ടും കുറെ എണ്ണം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കാണിക്കാം. ഇതെല്ലാം 5000-6000 വർഷം മുമ്പുള്ള പല സംസ്കാരങ്ങളിൽ നിന്ന്, ഇൻഡസ് വാലി, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഇവിടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയതാണ്. 5000 വർഷം മുമ്പ്, 6000 വർഷം മുമ്പ്, ഏതാണ്ട് 7000 വർഷം വരെയൊക്കെയുള്ള പല പശുപതിയെയും നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതും പശുപതിയാണ് കേട്ടോ. ഈ പശുപതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പശുപതിയുടെ ഒരു രൂപമാണ് ഈ കാണുന്നത്. സോ മാസ്റ്റർ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിക്കിപീഡിയ പേജ് ഉണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പശുപതിയുടെ വിവിധ രൂപങ്ങൾ കാണാം. ഇനി ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പശുപതിയുടെ നമുക്കറിയാവുന്ന ഏറ്റവും പുരാതനമായ എവിഡൻസ് നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. ലോകത്ത് ആദ്യം എവിടെ വന്നു എന്നതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്ന കാര്യം. ആദ്യം എവിടെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലാണ് വന്നത്. ഇന്ത്യയിൽ 2 ഇടങ്ങളിൽ വളരെയധികം പശുപതിയുടെ സാമ്പിൾസ് നമുക്ക് കാണാം. അതിലൊന്ന് കൊങ്കൺ ജിയോഗ്ലിഫുകൾ എന്ന് പറയുന്ന നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്താണ്. കൊങ്കൺ ജിയോഗ്ലിഫുകൾ എന്ന് പറയുന്നത് 10,000 മുതൽ 20,000 വർഷങ്ങൾക്ക് മുമ്പ് വരയ്ക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിലുള്ള വലിയ ചിത്രങ്ങളാണ്. ഇത് ശരിക്കും നാസ്ക ലൈൻസ് എന്ന് നിങ്ങൾ കേട്ട് കാണും. നാസ്ക ലൈൻസ് ഇതുപോലെ തന്നെ പെറുവിലോ മറ്റോ ഉള്ള ഒരു സംസ്കാരത്തിലുണ്ടായിരുന്ന വലിയ ചിത്രങ്ങളാണ്. ഭൂമിയിൽ ഒരുപാട് ദൂരം, മീറ്ററുകളോ കിലോമീറ്ററുകളോ ഒക്കെ വലുപ്പത്തിലൊക്കെ വരച്ചിടും ആളുകൾ പുരാതന കാലത്ത്. അതുപോലെ പല രൂപങ്ങൾ, പല സൈസിലുള്ള രൂപങ്ങൾ മെസോലിത്തിക് കാലഘട്ടം, ഏകദേശം 10,000 മുതൽ 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ വരയ്ക്കപ്പെട്ട ഇന്ത്യയിലെ ചിത്രങ്ങൾ കാണിക്കാം. ഈ കാണുന്നത് അതുപോലെ ഒരു മാസ്റ്റർ ഓഫ് ആനിമൽ അല്ലെങ്കിൽ പശുപതിയുടെ രൂപമാണ്. ഒരു പക്ഷേ പശുപതിയുടെ ഏറ്റവും പുരാതന രൂപങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. 2 മൃഗങ്ങൾക്കിടയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാം. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണ്ടത്, മൃഗങ്ങളോടൊപ്പം കണ്ടതും ഈ കാണുന്നതും എല്ലാം ഒന്നാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഒന്നിലധികം പശുപതിയെ കാണാം. ഒരിടത്തല്ല, പലയിടങ്ങളിൽ പശുപതിയെ വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ആനിമൽസ് 2 വശങ്ങളിൽ നിൽക്കുന്നത് കാണാം. കടുവയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ ഒക്കെയാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഈ കൊങ്കൺ ജിയോഗ്ലിഫുകൾ 10,000-നും 20,000-നും വർഷം മുമ്പത്തതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ശില്പങ്ങളിൽ നിന്നൊക്കെ പഴക്കമുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു പശുപതി കോൺസെപ്റ്റ്
ഇൻഡസ് വാലി വഴി സഞ്ചരിച്ച് മറ്റിടങ്ങളിലേക്ക് പോയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 5000 വർഷം മുമ്പ് ഉള്ളതാണെന്നാണല്ലോ. ഒരു പക്ഷെ അതിന് മുമ്പേ തന്നെ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായി വരും. തീർച്ചയായിട്ടും ഒരുപാട് പഠനങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു ആധികാരികത നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി അത് എക്സാക്ട് ലൊക്കേഷൻ പറയാം. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്ത്, കൃത്യമായി പറഞ്ഞാൽ ബാർസുവിലെ ജിയോഗ്ലിഫുകളാണ് പ്രേക്ഷകർ കണ്ടത്. ഹാരപ്പൻ സംസ്കാരവും ഇതും തമ്മിലുള്ള ബന്ധം വളരെ കൗതുകത്തോടെയാണ് പുരാവസ്തു ഗവേഷകർ നോക്കിക്കാണുന്നത്. അതിനപ്പുറം ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് മാത്രമല്ലെന്നേ, ഇതിപ്പോ സുമേറിയൻ സംസ്കാരവുമായിട്ടും ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ടും മറ്റ് ലോകത്ത് പല ഇടങ്ങളിൽ പല കാലങ്ങളിൽ നിന്നിരുന്ന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു പശുപതിയുടെ രൂപം നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഡേറ്റകൾ പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം കാണുന്നത് ഇന്ത്യയിലാണ്. കാരണം സുമേറിയൻ കൾച്ചറും അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ കൾച്ചറും ഒക്കെ ഇൻഡസ് വാലിയേക്കാൾ പഴയതാണെന്ന് പലരും പറയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മനസ്സിലാവേണ്ടത് പശുപതിയുടെ 10000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രം നമുക്ക് ഈ മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തെ ജിയോഗ്ലിഫുകളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊരു വലിയ സിവിലൈസേഷന്റെ തുടർച്ചയാണ് ഇന്ത്യ ഇന്നും എന്ന് പറയേണ്ടി വരുന്നത് കേവലം നമ്മൾ ഇന്ത്യക്കാരുടെ മാത്രമല്ല, ഒരുപക്ഷെ ഭൂമിയിലെ തന്നെ ഏറ്റവും പുരാതനമായൊരു സംസ്കാരത്തിന്റെ ഒരു തുടർച്ചയായിരിക്കണം ഇന്ന് ഇന്ത്യ. കാരണം ഈ 10000 വർഷം മുതൽ 20000 വർഷത്തിനിടയിലുള്ള ഒരു ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോ കൊങ്കൺ റീജിയണില്. സോ അതിനുശേഷമാണ് ഇൻഡസ് വാലിയിൽ നമ്മൾ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന സുമേറിയൻ ഈജിപ്ഷ്യൻ കൾച്ചറിലെല്ലാം അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയിലെല്ലാം നമ്മൾ കണ്ടെത്തുന്നത്. ഇറാനിലടക്കം കണ്ടെത്തുന്നത് അവിടെ നിന്നൊക്കെയാണ്. 6000 BC അല്ലെങ്കിൽ 5000 BC എന്നൊക്കെ പറയുമ്പോൾ 7000 8000 വർഷം മുമ്പ് വരെയൊക്കെയുള്ള കാര്യമല്ലേ പരമാവധി. ഇത് 10000 വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മുടെ ഇപ്പോൾ ഈ കൊങ്കൺ തീരത്ത് കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പശുപതി ആരാന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആരാധിക്കുന്ന ശിവന്റെ പുരാതന രൂപമാണ് ഈ പശുപതി എന്ന് പറയുന്നത്. അത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് അതിന്റെ കുറെക്കൂടെ ഡീപ്പായിട്ടുള്ള എവിഡൻസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേദിക് ടെക്സ്റ്റിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച പോലെ ഈ ഋഗ്വേദത്തിനകത്ത് പറയുന്ന രുദ്രൻ അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്നത് തന്നെയാണ് ഈ മാസ്റ്റർ ഓഫ് അനിമൽസ് എന്ന് പറയുന്നതും. കാരണം അവിടെ ഋഗ്വേദത്തിൽ രുദ്രനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മൃഗങ്ങളുടെ കൂടിയ അധിപൻ അല്ലെങ്കിൽ സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ സംസ്കാരങ്ങളിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ഋഗ്വേദത്തിനകത്ത് അത് കുറച്ചും കൂടി താത്വികമായി സംസാരിക്കുന്നുണ്ട്. മൃഗങ്ങൾ അല്ലെങ്കിൽ പശു എന്ന് പറയുമ്പോൾ ആനിമൽസ് എന്നതിനകത്ത് മനുഷ്യൻ ഉൾപ്പെടെ സകലതുമാണ്. അതായത് വനത്തിലുള്ള മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നായിട്ടാണ് ഈ പശുപതിയെ കാണിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ കാര്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൾച്ചറിന്റെ ബേസിസിലാണ്, റിലീജിയൻ ബേസിസിലല്ല. അപ്പോൾ ഇത് ദൈവമാണ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോകൾ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. മറിച്ച് ഇതൊരു കൾച്ചറൽ ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവവിശ്വാസത്തിന്റെ ആരംഭകാലം ഉണ്ടായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആകണം. നമ്മൾ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ നിന്ന് ഇന്ത്യയെ തീർത്തും വിളിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ശിവന്റെ കാര്യം എടുത്താൽ തന്നെ ഇന്നത്തെ ശിവന്റെ രൂപം പോലും കഴുത്തിൽ ഈ പറയുന്ന നാഗം അല്ലെങ്കിൽ പാമ്പിനെ കാണാൻ കഴിയും. അതുപോലെ ശിവന്റെ വാഹനം എന്ന് പറയുന്ന നന്ദി എന്ന് പറയുന്നത് ഒരു കാളയാണ്. ഈ ഋഗ്വേദത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഋഗ്വേദം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 4000 വർഷം മുമ്പ്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പശുപതി ആരാണ് എന്നും എന്താണ് അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് ഋഗ്വേദത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന വേദങ്ങളിൽ കുറെ കൂടെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് വരിക. ഒന്ന്, ഈ ഒരു മാസ്റ്റർ ഓഫ് അനിമൽസ് അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ എവിടെയാണ് ആദ്യം തുടങ്ങിയത്? ഒരു 20000 വർഷം മുമ്പ് ഒരുപക്ഷെ ഈജിപ്തിലോ തുർക്കിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റീജിയണിലോ തുടങ്ങി തന്നെ ഇരിക്കട്ടെ. പക്ഷെ സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്ന അതിന്റെ മോഡേൺ വെർഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ ആർക്കിയോളജിക്കൽ എവിഡൻസും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകളും പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ഫോം കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിലാണ്, അതും മഹാരാഷ്ട്രയിലാണ്. സോ ഏറ്റവും പഴക്കം എവിടെയാണോ കണ്ടെത്തുന്നത് അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് സാധാരണ ഉള്ളത്. 6000 7000 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സിവിലൈസേഷനിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ സിവിലൈസേഷനിൽ നിന്ന് എന്തായാലും 10000 വർഷം മുമ്പുള്ള ഒന്നിലേക്ക് പോവില്ല. അങ്ങനെയെങ്കിൽ 10000 വർഷം മുമ്പുള്ള ഒരു സിവിലൈസേഷനിൽ നിന്ന് ആയിരിക്കണം മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് പ്രചരിച്ചിട്ടുണ്ടാവുക. അതേപടി ഇത് എല്ലായിടത്തും നിലനിൽക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആനിമൽസ് മാറുന്നുണ്ട്, രൂപങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഈ ശിവ ആരാധന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലവിലെ നമ്മുടെ ഫൈൻഡിങ്സ് വെച്ചിട്ട് ആദ്യത്തെ ഈ ഒരു പശുപതി കോൺസെപ്റ്റ്
കൊങ്കൺ പോലുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുകയും പിന്നീട് കടൽ മാർഗമോ കരമാർഗമോ അവ സിന്ധു, മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കൊങ്കൺ തീരത്ത് പുരാതന കാലം മുതൽക്കേ അറബിക്കടലുമായിട്ട് ബന്ധമുണ്ട്. കൊങ്കൺ തീരത്തിന് ആദിമ മനുഷ്യർക്ക് കടൽ കടക്കാൻ അറിയാമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പുരാതന കാലത്ത് ഈ പ്രദേശം ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. കപ്പലുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളും ചിഹ്നങ്ങളും കൈമാറാൻ അക്കാലത്തെ മനുഷ്യർക്ക് സാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ആദിമ മനുഷ്യൻ ആദ്യം ആരാധിച്ചത് പ്രകൃതിയെയാണ്. മൃഗങ്ങൾ, സൂര്യൻ, മഴ, ഇതിനെയൊക്കെ. ഒരുപക്ഷെ അതിനോട് അനുബന്ധമായിട്ടായിരിക്കണം പശുപതി എന്ന് പറയുന്ന ഒരു വിശ്വാസം രൂപപ്പെട്ടു വരുന്നത്. എന്തായാലും കൊങ്കണിലെ ജിയോഗ്ലിഫുകൾ ആദിമ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തയുടെ ഒരു ഓപ്പൺ എയർ എൻസൈക്ലോപീഡിയ പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത് സംബന്ധിക്കുന്ന കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭീംബെട്ക എന്ന് പറയുന്ന മധ്യപ്രദേശിലുള്ള ഗുഹാക്ഷേത്രം, ഈ ഭീംബെട്കയിലെ ഗുഹാചിത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഇതിനകത്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പശുപതിക്ക് സമാനമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 30,000 വർഷം വരെ പഴക്കമുള്ള ചിത്രങ്ങളുള്ള ഒന്നാണ് ഈ ഭീംബെട്ക എന്ന് പറയുന്നത്. അവിടെ ഏതാണ്ട് ഒരു 1000 വർഷം മുമ്പ് വരെയും പല പല ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ 30,000 വർഷം മുമ്പ് വരയ്ക്കപ്പെട്ട ചിത്രങ്ങളുമുണ്ട്. കൂട്ടത്തിൽ ഈ പശുപതിയുമായി സാമ്യമുള്ള, മാസ്റ്റർ ഓഫ് അനിമലുമായിട്ട് സാമ്യമുള്ള ചിത്രങ്ങളും അതിനകത്തുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും, മൃഗങ്ങളുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും നാഥൻ അല്ലെങ്കിൽ അധിപൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് രൂപം കൊണ്ടത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.